ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇന്ത്യയിലുള്ളവർക്ക് ഗുഡ് മോർണിംഗും നോർത്ത് അമേരിക്കയിലുള്ളവർക്ക് ഗുഡ് ഈവനിങ്. ആദ്യമായിട്ട് കഴിഞ്ഞ ആഴ്ച നിങ്ങളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനായിട്ട് നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച വളരെ ഈ സമയത്ത് വളരെ കലശലായ അസുഖമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എങ്ങനെ ക്ലാസ് എടുത്തു എന്നുള്ളത് എനിക്ക് ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അന്ന് രാത്രിയിൽ കാളരാത്രി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പാർവതിയുടെ ഒരു അവതാരമാണ് ദേവിയുടെ കാളരാത്രി ഒന്ന്. പക്ഷെ അത് ഭീകരത്വത്തിന്റെ ഒരു ഇതാണ്. കാളരാത്രിയായിരുന്നു. ഒരു വളരെ കലശലായ അസുഖങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ 90% ഭേദമായി. പ്രാർത്ഥിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലാണ് നമ്മൾ ആമുഖമായിട്ട് ഞാൻ സംസാരിച്ചു. എന്നാൽ ഇന്ന് കുറച്ച് കൂടെ കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് 12-ാം അധ്യായം മുഴുവന് എടുക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് നമ്മൾ ധൃതി വെച്ച് പഠിച്ചുകൊണ്ട് അർത്ഥമില്ല. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി പോകുന്നത് നല്ലതാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് ഒത്തിരി ദുരുപദേശങ്ങൾ ഇപ്പോൾ ഇവിടെ ഉള്ളത് കൊണ്ട്, ഈ ലോകത്തിലുള്ളത് കൊണ്ട്, നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് വഴിതെറ്റിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ശരിയായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ. ചില റെപ്പറ്റീഷൻ കാണും കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യങ്ങൾ തന്നെ. എന്നാൽ അത് രൂഢമൂലമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ പതിയാൻ വേണ്ടിയാണ്. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. എന്നാൽ നമുക്ക് ഇതിന്റെ തുടക്കമായിട്ട് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ആദ്യം വായിക്കാം. ഒന്ന് വായിച്ച് സഹായിച്ചാൽ ഉപകാരമായിരിക്കും. വെളിപ്പാട് പുസ്തകം 12-ന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗത്തിൽ വലിയൊരടയാളം കാണായി. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളവാൻ മഹാസർപ്പം അവളുടെ മുൻപിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയ ഒരു സ്ഥലം അവൾക്കുണ്ട്. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചില്ലതാനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞത് കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവരവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പീൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. താങ്ക് യു. അപ്രീഷിയേറ്റ് വെരി മച്ച് സർ. കഴിഞ്ഞ ആഴ്ച ഈ സൂര്യധാരണയായ സ്ത്രീ ആരാന്നുള്ളത് നമ്മൾ പഠിച്ചു. ആരാന്നുള്ളതാണ് പഠിച്ചത്? ഇസ്രായേൽ. ഓക്കെ, വെരി ഗുഡ്. അപ്പം നിങ്ങളുടെ തുടക്കത്തിലെ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. 4-ാം വാക്യത്തിലെ ഒരു വാക്യം ആരും ചോദിച്ചില്ല. അതെന്നാ? ആർക്കെങ്കിലും സംശയം? 4-ാം വാക്യം ഒന്ന് വായിച്ച് എന്നാന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ അത് മതിയാ? അതിന്റെ ചോദിച്ചത് ഏതിന്റെ വാല് 1/3? അത് എന്തുവാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ആ 4-ാം വാക്യം ആരുടെ വാല വലിച്ച് 1/3? അത് മഹാസർപ്പത്തിൻ്റെ അഥവാ അല്ലെങ്കിൽ ഫോളൻ ഏഞ്ചൽ എന്ന് പറയുന്ന ലൂസിഫറിൻ്റെ. ഓക്കെ. അപ്പൊ അത്
പൊതുവെ അങ്ങനെ ധാരണയുണ്ട്. അത് ആയിരിക്കും എല്ലാ കാര്യങ്ങളും വേദോത്സവത്തിൽ എഴുതിയിട്ടില്ല. ഈ സാത്താന് ലൂസിഫർ വീണപ്പോൾ 1/3 കൊണ്ട് പോയതായിട്ട് ഒരു വാക്യവും പഴയ നിയമത്തില് ഒരിടത്തുമില്ല, പുതിയ നിയമത്തിലുമില്ല. അവൻ വീണതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് 6ാമത്തെ സൃഷ്ടി കഴിഞ്ഞ്. അപ്പൊ എല്ലാം നന്നായിട്ടാണ് അവിടെ കാണുന്നത്. അതിനുശേഷമായിരിക്കും മനുഷ്യ സൃഷ്ടിക്ക് മുമ്പായിരിക്കും ലൂസിഫർ താഴെ വീണത്. എന്നാൽ അവൻ താഴെ വീഴുന്നതായിട്ട് പല വാക്യങ്ങൾ യേശുക്രിസ്തു തന്നെ ലൂക്കോസിന് വിശേഷത്തിലൊക്കെ പറയുന്നുണ്ട്, സാത്താൻ താഴെ വീഴുന്നു അങ്ങനെ. എന്നാൽ ദൂതന്മാരെ ആരുടെയാണ് ഒന്നും 1/3 ഉണ്ടായിട്ടൊന്നും ഒരിടത്ത് രേഖയില്ല. എന്നാൽ ഞാൻ നേരത്തെ പ്രസ്താവിച്ചതുപോലെ ലോജിക്കൽ കൺക്ലൂഷൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. 1/3 ദൂതന്മാരെ ലൂസിഫർ. അപ്പൊ അത് ഇപ്പൊ ഇത് വെളിപ്പാട് പുസ്തകത്തിലെ ഭാവിയിലെ കാര്യം. അപ്പൊ ഇത് എപ്പോഴായിരിക്കും ശരിയാണെങ്കിൽ എപ്പോഴായിരിക്കും സംഭവിച്ചിട്ടുള്ളത്? ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പാണോ അതിനുശേഷമാണോ? സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്നാ എനിക്ക് തോന്നുന്നത്. അല്ല, സൃഷ്ടിക്കുന്നതിന് മുൻപായിരിക്കണം. കാരണം ലൂസിഫർ ആണല്ലോ മഹാസർപ്പമായിട്ട് ആദമിനെ ഹവ്വായെയും പരീക്ഷിക്കാൻ വന്നത്. അപ്പം ഭൂമിയും മനുഷ്യരും ഉണ്ടാകുന്നതിന് മുൻപുള്ള കാര്യമാണ്. അതെ, അതാണ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ തന്നെ നിങ്ങൾ ചിലർ ചോദിച്ചായിരുന്നു. ഇപ്പൊ ഇത് എനിക്ക് തോന്നുന്നത് മേരി ജോർജാന്ന് തോന്നുന്നു, കഴിഞ്ഞ ഭൂതകാലത്തെ കുറിച്ച് ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പം നല്ല ചോദ്യമായിരുന്നു. അപ്പൊ ഞാൻ അന്നേരം പ്രസ്താവിച്ചത് ഭൂതവും വർത്തമാനവും ഭാവിയും ഉണ്ട്. അപ്പം ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്ന ഈ അധ്യായത്തിൽ നോക്കുമ്പോൾ തന്നെ ഭൂതമുണ്ട്, വർത്തമാനമുണ്ട്, ഭാവിയുണ്ട്. ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞ് കിടക്കുകയാണ്. എന്നാൽ ഇതിന്റെ ഫോർമുല നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇതിന് യാതൊരു പെശകുമില്ല, വേദോത്സവത്തിന് കോൺടെക്ഷൻ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കിയത്. ഇപ്പം 1/3 സാത്താൻ വീണപ്പോഴായിരിക്കും ദൂതന്മാരെ കൊണ്ടുപോയത് ഫോളൻ ഏഞ്ചൽസ്. വെരി പോസിബിൾ. വാക്യങ്ങളില്ലെങ്കിലും അത് ഒരു ഡോക്ടറിനെ എതിരായിട്ട് വരുന്നില്ല. അങ്ങനെ ധരിക്കുന്നുമുണ്ട്, പഠിപ്പിക്കുന്നുമുണ്ട്. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ആദ്യമേ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ വേദഭാഗം നമ്മൾ വായിച്ചപ്പോൾ 12 വാക്യം വരെ ഈ സ്ത്രീ അഭിമുഖീകരിക്കേണ്ടി വന്ന നീണ്ട ഒരു പീഡനത്തെ കുറിച്ച് ആണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ജനം അനുഭവിച്ചതുപോലെ ക്രൂരവും നിന്ദ്യവുമായ ഒരു പീഡനങ്ങൾ മറ്റൊരു ജാതിയും അനുഭവിച്ചിട്ടില്ല. ആർക്കെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ യൂതന്മാർ അനുഭവിച്ചതുപോലെ കഷ്ടം അനുഭവിച്ച് ലോക ചരിത്രത്തില് ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. സ്വർഗത്തിൽ മറ്റൊരു അടയാളം പ്രത്യക്ഷമായി. ഒരു ചുവന്ന സർപ്പം, അതിന് 7 തലകളും 10 കൊമ്പുകളും തലകളിൽ 7 കിരീടങ്ങളും ഉണ്ട്. മഹാസർപ്പം എന്ന വാക്ക്, മഹാസർപ്പം എന്ന അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വെളിപാട് പുസ്തകത്തില് 13 പ്രാവശ്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇംഗ്ലീഷിൽ അതിനെ ഡ്രാഗൺ എന്നാണ് പറയുന്നത്. ഡ്രാഗൺ എന്നത് പറക്കുന്ന സർപ്പം ആണ്. ഇത് സാത്താന്റെ പ്രതീകാത്മക രൂപമാണ്. വെളിപ്പാട് 20:2 പറയുന്നുണ്ട് പഴയ പാമ്പ്, ഇവനെ ഡ്രാഗൺ. അപ്പൊ വളരെ ഇടയ്ക്ക് ഇപ്പോഴത്തെ നമ്മൾ ഇത് നോക്കുമ്പോൾ ഇലാൻ മസ്കിന്റെ ഈ റോക്കറ്റ് സ്പേസ് എക്സ് ഡ്രാഗൺ എന്നാണ് പേര്. 2010 ആയിരക്കണക്കിന് റോക്കറ്റ്സുകള് ആകാശത്തിൽ വിട്ടേറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടി വിടുന്ന അതിന്റെ പേര് പറക്കുന്ന റോക്കറ്റിന്റെ ഡ്രാഗന്. ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ഇലാൻ മസ്ക് ഇട്ടതല്ല. എന്നാൽ ഇതൊക്കെ ചരിത്രത്തിൽ ഇതൊന്നും യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഇതൊന്നും. അതുകൊണ്ട് ഞാൻ ആ ഇടയ്ക്ക് അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അത് സ്പേസ് എക്സിന് ഡ്രാഗൺ എന്നാണ് അതിന്റെ പേര്. സർപ്പത്തിന്റെ തലകള്, കൊമ്പുകള്, കിരീടങ്ങൾ ഇവ സാത്താന്റെ ഭൂമിയിലുള്ള അധികാരത്തിന്റെ ചിഹ്നങ്ങളാണ്. സാത്താനാണ് ഭൂമിയുടെ അധികാരം എന്നുള്ളത്. എഫേസ്യർ 2:2 വായിച്ച് ഞാൻ അവിടെ നോട്ടിൽ നിങ്ങൾക്ക് എഴുതി തന്നായിരുന്നത്. എഫേസ്യർ 2:2. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അപ്പം ഈ ലോകത്തിന്റെ അധിപതി അവനാണെന്നുള്ള അവിടെ വളരെ വ്യക്തമായിട്ട് എഫേസ്യർ 2:2 വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12:31 വായിക്കുക. 12:31 ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. അപ്പൊ ഈ ലോകത്തിന്റെ പ്രഭു ആരാണെന്ന് നമുക്ക് യാതൊരു സംശയമില്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ദൈവമക്കൾക്ക് എല്ലാം അറിയാം. സാത്താനും അവന്റെ കിങ്കരന്മാരുമാണ് ഇസ്രായേലിനെ പീഡിപ്പിക്കുന്നത്. ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കി കളയുവാനുള്ള ആദ്യ ശ്രമം ഫറവോന്റേതായിരുന്നു.
യഹോവ മോശയ്ക്ക് മുൾപ്പടപ്പുകളിൽ പ്രത്യക്ഷനായി. മുൾപ്പടപ്പുകൾ ഇസ്രായേലിന്റെ മുള്ളു പോലെയുള്ള അവസ്ഥയാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് മുൾപ്പടപ്പുകളിൽ പ്രത്യക്ഷമാകുന്നത്? ഇസ്രായേലിന്റെ ചരിത്രം എന്നും അത് അന്ന് മുതലേ മുള്ളിന്റെ ഒരു അവസ്ഥയിലായിരിക്കും. എന്നാൽ അവിടെ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ മുൾപ്പടപ്പ് കത്തി എരിഞ്ഞില്ല. അതുപോലെ തന്നെ ആയിരിക്കും കഷ്ടത്തിൽ കൂടെ പോകാനും ദൈവമക്കൾക്ക് നമുക്ക് ജീവിതത്തിൽ തീയും പ്രകാശവും മുള്ളും തീയും എല്ലാം ഉണ്ടെങ്കിലും എരിഞ്ഞു പോവുകയില്ല, കത്തിപ്പോവുകയില്ല, നശിക്കുകയില്ല എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. മുൾപ്പടപ്പ് വെന്തു പോയില്ല. ദൈവം അവരുടെ മധ്യേ ഉള്ളത് കൊണ്ട് ഒരു ശക്തിക്കും അവരെ നശിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് നമുക്ക് കാണാം. ഇസ്രായേൽ മരുഭൂമിയിലെ കത്തുന്ന മുൾപ്പടപ്പാണ്. ഇപ്പോഴും കത്തുന്ന ഒരു മുൾപ്പടപ്പായിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ യൂതന്മാരുള്ള വിരോധത്തിന്റെ കാരണം എന്താണ്? ലോക ചരിത്രത്തിൽ അത്യന്തം വെറുപ്പുളവാക്കുന്ന തുടർ പീഡനങ്ങളാണ് യഹൂദജനം മറ്റുള്ളവരിൽ നിന്നും ഏറ്റുവാങ്ങുന്നത്. അത് ഇന്ന് തന്നെ തുടങ്ങിയതല്ല, ആദ്യം മുതൽ തുടങ്ങി അന്ന് മുതലുള്ള പ്രശ്നമാണ്. അവരുടെ ജന്മദേശം 2 പ്രാവശ്യം അവരിൽ നിന്ന് തട്ടിയെടുത്തു. 2 പ്രാവശ്യവും അവർ മറ്റു രാജ്യങ്ങളിലേക്ക് അടിമകളായി കൊണ്ടുപോകപ്പെട്ടു. അവർണ്ണനീയമായ പീഡനങ്ങളിൽ കൂടി കടന്നു പോയിട്ടും 2 പ്രാവശ്യവും അവർ സംരക്ഷിക്കപ്പെട്ടു. ഈ 2 പ്രാവശ്യവും പോയെങ്കിലും അവര് യഹൂദ ജാതി ഇന്നും നശിച്ചിട്ടില്ല. എന്നിട്ട് അവരുടെ പിതാക്കന്മാരുടെ ദേശത്തിലേക്ക് അത് പുതുക്കി പണിയുവാൻ മടങ്ങി വന്നു 2 പ്രാവശ്യവും. ചരിത്രത്തിലെ വിസ്മയമായ സംഭവങ്ങൾ ആയിട്ടാണ് ഇത് ലോകം കാണുന്നത്. എത്ര പ്രാവശ്യം കളഞ്ഞിട്ട് അങ്ങനെ ലോകത്തിൽ ഒരു ജാതിയും അങ്ങനെ തുടച്ചു മാറ്റിയിട്ടും തിരിച്ചു വന്ന് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. യഹൂദന്മാരുടെ രണ്ടാമത്തെ ചിതറിക്കല്. അപ്പം ആദ്യം ചിതറിയ എപ്പോഴായിരുന്നു ഓർമ്മയുണ്ടോ? ആദ്യം ഫസ്റ്റ് നെബൂഖദ്നേസറിന്റെ കാലത്ത് BC 587 തോന്നുന്നു. അന്നേരം യഹൂദന്മാർ അവര് എവിടെ ചരിത്രം വന്നിട്ടുണ്ടോ? കേരളത്തിലെ യഹൂദന്മാരുടെ ആദ്യത്തെ കുടിയേറ്റം അവിടെയാണ് നെബൂഖദ്നേസറിന്റെ. പിന്നെ AD 1 സീസറിന്റെ കാലത്തും പീഡനം തുടങ്ങി. എന്നാൽ 70 മുതൽ AD 70 ദേവാലയം നശിപ്പിച്ചത്. അന്ന് മുതൽ ഏറ്റവും വലിയ പീഡനം വന്ന് റോമ സാമ്രാജ്യത്തിൽ നിന്ന് യഹൂദന്മാരെല്ലാവരും ലോകം മുഴുവൻ ചിതറിക്കപ്പെട്ടു പോയി. അവരെല്ലാവരും പീഡിക്കപ്പെട്ടു. എന്നാൽ അവർ പോയ സ്ഥലങ്ങളെല്ലാം പീഡിക്കപ്പെട്ടെങ്കിലും പീഡിപ്പിക്കാത്ത ഒരു സ്ഥലം മാത്രം ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ഒരിക്കൽ കൊളോണിയസിൽ കൊളോണിയസിലുള്ളവർക്ക് ഓർമ്മ കാണുമായിരിക്കും. അത് കേരളമാണെന്ന് തോന്നുന്നു. കേരളം അല്ലേ? അതെ. ഇവിടെ ലോകം മുഴുവൻ പോയി അവരെ എല്ലാം നശിപ്പിച്ചെങ്കിലും ഇവരെ സ്വീകരിച്ച് അവർക്ക് കൊടുത്തത് കേരളത്തിലെ ആൾക്കാരാണ്. അത് അവരിപ്പോഴെ ചരിത്രത്തിലുണ്ട്. ജൂയിഷ് കോപ്പർ പ്ലേറ്റ്സ് ഓഫ് കൊച്ചിൻ, ഓൾസോ നോൺ ആസ് കൊച്ചിൻ പ്ലേറ്റ്സ് ഓഫ് ഭാസ്കര രവിവർമ്മ ചേരമാൻ പെരുമാൾ. ഭാസ്കര രവിവർമ്മ ചേരമാൻ പെരുമാൾ രാജാവ്, കേരളത്തിലെ രാജാവ് ജോസഫ് റബാൻ എന്ന് പറയുന്ന യഹൂദ വ്യാപാരക്കാരന് കൊടുങ്ങല്ലൂരില് 5 ഗ്രാമങ്ങൾ പതിച്ചു കൊടുത്തു. അപ്പൊ അത് കോപ്പർ പ്ലേറ്റ്സിലാണ് എഴുതി കൊടുത്തത്. എന്നും യഹൂദന്മാർക്ക് എന്നും തലമുറകളോളം സൂര്യനും ചന്ദ്രനോളം കാലം അവർക്ക് അവകാശമായിട്ട് അവിടെ കൊടുത്തതാണ്. എന്തോ എന്നേലും പറഞ്ഞു ആരെങ്കിലും? AD 1000 പിന്നെ അത് സംഭവം നടക്കുന്നത്. അപ്പം ജോസഫ് റബാന് ആ പ്രമേയം, ആ സെറ്റിൽമെന്റ് കൊടുത്ത് ജോസഫ് റബാനെ അവിടുത്തെ ഭരണാധികാരി ആക്കി. അഞ്ചുവനം എന്നാണ് അതിന്റെ പേര്. അപ്പം നമുക്ക് അഭിമാനിക്കാനുള്ളത്, യഹൂദന്മാർക്ക് ഇതെല്ലാം വന്നാലും നമ്മൾ ഇവിടെ കേട്ടിരിക്കുന്ന മലയാളികൾക്കെല്ലാം അഭിമാനിക്കാനുള്ളത് നമ്മുടെ പൂർവ്വ പിതാക്കന്മാര് ആ നിലയില് അവരെ ശരിക്കും സ്വീകരിച്ചു. അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അത് നമുക്ക് അഭിമാനിക്കാം. ദൈവം ഈ ജനത്തെ തെരഞ്ഞെടുത്തത് തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് വരുവാനുള്ള മുഖാന്തരം എന്ന നിലയിലാണ്. അതിനുവേണ്ടി മാത്രമാണ് ഇസ്രായേലിനെ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്തത്. യേശുക്രിസ്തുവിന് ഇവിടെ ഭൂമിയിൽ ജനിക്കണം. അതിന് സാത്താന് അന്ന് മുതൽ ഈ യഹൂദന്മാരുടെ, അതുകൊണ്ടാണ് ഈ സ്ത്രീയോട്, അവിടെ കുഞ്ഞിനോടും അടങ്ങാത്ത പക സാത്താനുള്ളത്. പിന്നെ അവിടെ പറയുന്നുണ്ടല്ലോ, ആദ്യ സമയത്ത് തന്നെ സ്ത്രീയുടെ സന്തതിന്റെ തല തറക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. അന്ന് മുതൽ
മശിഹായുടെ ജനനത്തെ തടയുവാൻ വേണ്ടി യഹൂദ ജാതിയെ നശിപ്പിക്കാൻ സാത്താൻ പല തവണ ശ്രമിച്ചു. 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ ഹെരോദാവ് സൂചിപ്പിച്ചത് ഇതുമൂലമാണ്. അതുകൊണ്ടാണ് 2 വയസ്സുള്ള താഴെയുള്ള കുഞ്ഞുങ്ങളെ ആൺപിള്ളേരെ എല്ലാം കൊല്ലണമെന്ന് പറഞ്ഞത്. ദാനിയേൽ 9:27 കാണുന്നത് പോലെ മഹോദരകാലത്ത് ഈ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോകും. അത് മഹാപീഡന കാലത്തെ സംഭവമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഭാവിയും ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ അവൾ 3.5 വർഷം, അവളെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കള് 1260 ദിവസങ്ങൾ അല്ലെങ്കിൽ 42 മാസങ്ങൾ അവൾ സൂക്ഷിക്കപ്പെടും മഹാപീഡന കാലത്ത്. അതിന് യാക്കോബിന്റെ കഷ്ടകാലം അല്ലെങ്കിൽ ജേക്കബ്സ് ട്രബിൾ എന്ന് വചനത്തിൽ കാണുന്നത്. ഈ പ്രവചനത്തില് സഭ ഉൾപ്പെട്ടിട്ടില്ല. ഈ സുദീർഘമായ കാലയളവ് രേഖപ്പെടുത്തിയിട്ടില്ല. അതിനെക്കുറിച്ചുള്ള വാക്യങ്ങൾ ഒന്നും തന്നെ ഇല്ല സഭയെക്കുറിച്ച്. 5ഉം 6ഉം വാക്യങ്ങൾ ഇപ്പം വായിച്ചതിൽ 5ഉം 6ഉം വാക്യങ്ങളുടെ ഇടവേള എന്നത് നാം വസിക്കുന്ന ഈ കൃപായുഗമാണ്. ഈ നമ്മുടെ ഇപ്പോൾ താമസിക്കുന്ന കൃപായുഗത്തെ കുറിച്ച് ഈ 5ഉം 6ഉം വാക്യത്തില് യാതൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. 5ആം വാക്യത്തിലെ സമയം നോക്കുക. അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ. നിങ്ങൾ നല്ല ഉത്തരങ്ങളും അതിന് തന്നു. നിങ്ങൾക്ക് ഇതിന് നല്ല അറിവുണ്ടെന്ന് എനിക്കറിയാം. അവൻ ഇരുമ്പുകോൽ കൊണ്ട് ജാതികളെ ഭരിക്കും. അവളുടെ കുഞ്ഞിനെ ദൈവം തന്റെ സിംഹാസനത്തിലേക്ക് എടുത്തു. 6ആം വാക്യത്തിലാണെന്ന് കാണുന്നത്. അപ്പോൾ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ ദൈവം അവൾക്കായി ഒരു സ്ഥലം ഒരുക്കിയിരിക്കുന്നു. അവിടെ 1260 ദിവസങ്ങൾ അവളെ പോറ്റി സംരക്ഷിക്കുന്നു. 5ആം വാക്യം വായിക്കുമ്പോൾ ചിലർ ചിന്തിക്കും യേശു ജീവിച്ചിരുന്നിട്ടേ ഇല്ല. കാരണം അവർ ജനിച്ചപ്പോൾ തന്നെ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. അത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചതാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ വേദോത്സവത്തിലെ ഒരു സ്റ്റൈലാണിത്. യേശുവിന്റെ ശുശ്രൂഷ മരണം ഒന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇത്തരത്തിലുള്ള പ്രവചന രീതി വചനത്തിൽ ആദ്യം മുതലും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണാം. ഉദാഹരണത്തിന് നമ്മുടെ പഠനത്തിനായിട്ട് യേശുക്രിസ്തു ഉദ്ധരിച്ച യെശയ്യാ പ്രവചനം 61-ന്റെ 1-2 വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചിട്ട്. യെശയ്യാ പ്രവചനം 61-ന്റെ 1-2 വാക്യങ്ങൾ. എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിക്കാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കുവാനും. അത് മതിയോ? അത് മതി. അപ്പൊ ഒറ്റ ശ്വാസത്തില് പറയാണ് ദൈവത്തിന്റെ പ്രതികാര ദിവസവും കർത്താവിന്റെ പ്രസാദ വർഷവും പ്രഖ്യാപിക്കുവാൻ എന്നാണ്. എന്നാൽ ലൂക്കോസിന്റെ വിശേഷത്തിൽ യേശുക്രിസ്തു അവിടെ വായിക്കുമ്പോൾ കോണ്ടക്സ്റ്റിനായിട്ട് 18ഉം 19ഉം വാക്യമാണ്. ലൂക്കോസിന്റെ 4-ന്റെ 18ഉം 19. എന്നാൽ 16 മുതൽ വാക്യങ്ങൾ നിങ്ങൾ അതിന്റെ കോണ്ടക്സ്റ്റ് മനസ്സിലാകും. സന്ദർഭം മനസ്സിലാകാൻ വേണ്ടി ലൂക്കോസ് 4-ന്റെ 16 മുതൽ 19 വരെ വായിക്കുക. അവൻ വളർന്ന നസറത്തിൽ വന്നു. വായിച്ചു. അവൻ വളർന്ന നസറത്തിൽ വന്നു. ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടിവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. താങ്ക് യു. ഇത് വായിക്കുമ്പം മനസ്സിലായല്ലോ. യേശുക്രിസ്തു ആഴ്ചയിൽ ഒരിക്കൽ പോയി അവിടെ വായിക്കാറുണ്ട്. ഇവിടെ വായിച്ചിട്ട് കർത്താവിന്റെ പ്രസാദ വർഷം പ്രഖ്യാപിപ്പാൻ അതിനുശേഷം അവൻ പുസ്തകം അടച്ചു. ഈ വാക്യത്തിന്റെ നടുവിലാണ് കർത്താവ് അതിനെ വിഭജിച്ചു. ഈ 2 വാക്യങ്ങളുടെ ഇടയിൽ 2000 വർഷങ്ങൾ. ഇപ്പം ഈ പ്രസാദ വർഷം പ്രഖ്യാപിച്ചതിന് ശേഷം പ്രതികാര ദിവസം എന്നാ വരുന്നത്? ഇപ്പൊ എന്തെങ്കിലും ആയോ? പ്രതികാര ദിവസം ആയോ? ഇപ്പൊ എത്ര വർഷമായി വായിച്ചതിന് ശേഷം? 2000 വർഷമായി. ഇനി കർത്താവ് എന്നാ മധ്യാഴ്ച വരുന്ന അതുവരെയുള്ള വ്യത്യാസമാണ്. അത്രയും വിടവാണ് അവിടെ ഒറ്റ വാക്യത്തില്. യേശുക്രിസ്തു അവിടെ നിറവേറിയ സ്ഥലം ആ സമയത്ത് അവിടെ നിർത്തിച്ച് വേദോത്സവം മടക്കി വെച്ചേച്ച് അവിടെ നിന്നു. ദൈവത്തിന്റെ പ്രതികാര ദിവസം ഭാവിയിൽ സംഭവിക്കാനുള്ളതാണ്.
അതുകൊണ്ട് ദൈവം ഭാവി രൂപരേഖ സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു സാധാരണമായ ക്രമം നോക്കാം. ഇത് വേറൊരു ക്രമമുണ്ട്. യെശയ്യാവ് 11:1 മുതൽ 16 മുതൽ. ഇപ്പൊ നമ്മള് ഈ മഹാപീഠത്തിന് ശേഷം 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് ദൈവം അനുവദിച്ചാല് ഭാവിയിൽ ഞാൻ ഈ വെളിപാട് പുസ്തകം അവസാന സമയത്ത് വിശദമായിട്ട് എടുക്കുന്നതായിരിക്കും. എന്നാൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു പ്രിവ്യൂ, അന്നത്തെ ഒരു 1000 ആണ്ട് വാഴ്ച എങ്ങനെയായിരിക്കും ജീവിതം എന്നുള്ളത്, അതിനെക്കുറിച്ച് ഇത് ഇവിടുത്തെ സെയിം നമ്മൾ വായിച്ച അതുപോലുള്ള സംഗതികളാണ് അവിടെ ഉള്ളത്. അതൊന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കുക. യെശയ്യാവ് 11:1 മുതൽ 16 വരെ. 1 മുതൽ 16 വരെ. എന്നാൽ ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവഭക്തിയുടെയും ആത്മാവ് തന്നെ. അവൻ്റെ പ്രമോദം യഹോവഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തൻ്റെ വായ് എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും. തൻ്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. നീതി അവൻ്റെ നടുക്കെട്ടും വിശ്വസ്തത അവൻ്റെ അരക്കച്ചയുമായിരിക്കും. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പത്തിൻ്റെ പോതിങ്കൽ കളിക്കും. മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കയാൽ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശ്ശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. അവൻ്റെ വിശ്രാമസ്ഥലം മഹത്വമുള്ളതായിരിക്കും. അന്നാളിൽ കർത്താവ് തൻ്റെ ജനത്തിൽ ശേഷിപ്പിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശ്ശൂരിൽ നിന്നും മിസ്രയീമിൽ നിന്നും പത്രോസിൽ നിന്നും കുരിശിൽ നിന്നും ഏലാമിൽ നിന്നും ശിനാരിൽ നിന്നും ഹമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ 2-ാം പ്രാവശ്യം കൈനീട്ടും. അവൻ ജാതികൾക്കൊരു കൊടി ഉയർത്തി ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദയുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്നും ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും. എഫ്രൈമിൻ്റെ അസൂയ നീങ്ങിപ്പോകും, യഹൂദയെ അസഹ്യപ്പെടുത്തുന്നവർ ഛേദിക്കപ്പെടും. എഫ്രൈം യഹൂദയോട് അസൂയപ്പെടുകയില്ല, യഹൂദ എഫ്രൈമിനെ അസഹ്യപ്പെടുത്തുകയുമില്ല. അവർ പടിഞ്ഞാറ് ഫെലിസ്ത്യരുടെ മലഞ്ചെരുവിന്മേൽ ചാടും, കിഴക്കുള്ളവരെ ഒക്കെയും കൊള്ളയിടും. ഏദോമിന്മേലും മോവാബിന്മേലും കൈവയ്ക്കും, അമ്മോന്യർ അവരെ അനുസരിക്കും. യഹോവ മിസ്രയീം കടലിൻ്റെ നാവിന് ഉന്മൂലനാശം വരുത്തും. അവൻ ഉഷ്ണക്കാറ്റോടുകൂടെ നദിയുടെ മീതെ കൈ ഓങ്ങി അതിനെ അടിച്ച് 7 കൈവഴികളാക്കി ചെരുപ്പ് നനയാതെ കടക്കുമാറാക്കും. മിസ്രയീം അതെ 15 യെശയ്യാ 11:15 വരെ വായിച്ചു. ഉണ്ട്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട നാളിൽ ഇസ്രായേലിനുണ്ടായിരുന്നതുപോലെ അശ്ശൂരിൽ നിന്ന് അവൻ്റെ ജനത്തിൽ ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരുവഴി ഉണ്ടാകും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇവിടെ യേശുക്രിസ്തു ജനിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇവിടെ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഈ ഫോർമാറ്റ് വേദോസ്തവത്തിലെ ആദ്യമുള്ളതെന്ന് കാണാം. ഇവിടെ ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു കൊമ്പ് പുറപ്പെടും, അതിന്റെ വേരിൽ നിന്ന് ഒരു മുള പുറപ്പെടും, ദൈവത്തിന്റെ ആത്മാവ് അവനിൽ വസിക്കും. അപ്പം ചെന്നായി കുഞ്ഞാനോടൊപ്പം വസിക്കും. അപ്പം ചിലര് പറയുന്നുണ്ട്, പിന്നെ ഇപ്പം
1000 ആണ്ട് വാഴ്ച കഴിഞ്ഞാണ് യേശു ക്രിസ്തു വരുന്നത്. ഇപ്പൊ അന്നേരം കഴിഞ്ഞ് ഇപ്പൊ അങ്ങനെ ഒരു ഡോക്ടറിനുണ്ട്. ചിലർ പറയുന്നത് ഇപ്പൊ നമ്മൾ സഭയും മോശയും സഭയിലെ ആൾക്കാരാണ്, എബ്രഹാമും സഭയിലെ ആൾക്കാരാണ്, അങ്ങനെ വ്യത്യാസവും ഇസ്രായേലും സഭയൊന്നും വ്യത്യാസമൊന്നും ഇല്ല. അങ്ങനെയുള്ള പഠിപ്പിയുടെ റിഫോംഡ് തിയോളജിക്കാരും എല്ലാവരും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. 70% ക്രിസ്ത്യാനികളും അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ചിലർ പഠിപ്പിക്കുന്ന ഇപ്പോൾ നമ്മൾ 1000 ആണ്ട് വാഴ്ചയിലാണ്. അപ്പൊ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരാൾ അങ്ങനെ എഴുതി, പോസ്റ്റ് മില്ലേനിയം എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലെ പിള്ളേര് പാമ്പിനെ പിടിച്ച് കളിക്കാറുണ്ടോ, നിങ്ങളുടെ വീട്ടിൽ വല്ല സിംഹ കുഞ്ഞുങ്ങളെ വല്ലതും വളർത്താറുണ്ടോ എന്ന് ഞാൻ എഴുതിച്ചു, സർക്കാസ്റ്റിക്കായിട്ട് എഴുതി ചോദിച്ചു ഫേസ്ബുക്കിൽ. വേൾഡ് വൈഡ് ബ്രദർ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് എഴുതി ചോദിച്ചത്. അപ്പം 1000 ആണ്ട് വാഴ്ചത്തെ കാര്യമാണ്. ഇപ്പൊ 1000 ആണ്ട് വാഴ്ചയാണെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടില് പുലിക്കുഞ്ഞിനെയൊക്കെ വളർത്തണം. അപ്പൊ അത് നമ്മളിത് മനസ്സിലാക്കുന്നത്, നമ്മൾ 2 വലിയ പർവ്വതം അകലെ നിന്ന് കാണുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വിടവുള്ളതായിട്ട് നമ്മൾ കാണുകയില്ല. എന്നാൽ അടുത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കാണും. പഴയ നിയമകാലവും പുതിയ നിയമകാലവും 1000 ആണ്ട് വാഴ്ച ഇതിന്റെ ആ വ്യത്യാസങ്ങൾ അത് അടുത്ത് ചെല്ലുമ്പോൾ ആ ഗ്യാപ്പ് നമുക്ക് മനസ്സിലാകുന്നുള്ളൂ. 12-ാം അധ്യായത്തില് ആൺകുട്ടിയെ പ്രസവിക്കുകയും സ്വർഗത്തിലെ ദൈവസ്ഥാനത്തിലേക്ക് അത് എടുക്കുകയും ചെയ്ത് നാം കണ്ടല്ലോ. 5ഉം 6ഉം വാക്യത്തിൽ ഇടയിൽ ഈ സഭയെ കുറിച്ച് നമ്മൾ കാണുന്നേ ഇല്ല, ഒരു പരാമർശവുമില്ല. ദൈവം ഇവിടെ ഇസ്രായേലിനോട് മാത്രമാണ് ഇടപെടുന്നത്. ഈ 12-ാം അധ്യായത്തിൽ കാണുന്നത് നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇസ്രായേൽ മാത്രമായിട്ടാണ് അവിടെ. ഇസ്രായേലിന് ഇപ്പോൾ അഥവാ കൃപായുഗത്തിൽ ഒരു സ്ഥാനവുമില്ല. ഇപ്പൊ എങ്ങനെ യഹൂദന് രക്ഷിക്കപ്പെടുന്നത്? നമ്മൾ രക്ഷിക്കപ്പെടുന്നു തന്നെ യഹൂദനാന്ന് പറഞ്ഞാലും ആരാന്ന് പറഞ്ഞാലും കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ ഒരു യഹൂദനും രക്ഷ പ്രാപിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവൻ മരിച്ചാൽ ആ ഒരു യഹൂദനും മരിച്ചു കഴിഞ്ഞ് അവൻ നിത്യനരകത്തിന് യോഗ്യനായിത്തീരും. കൃപായുഗത്തില് അതാണ് അവരെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. യേശുവിനെ തള്ളിയത് മുതൽ ദൈവത്തിന്റെ ഇടപാട് നിർത്തി 69-ാം ആഴ്ചവട്ടങ്ങൾ പൂർത്തിയായി. ജാതികളുടെ പൂർണ്ണസംഖ്യ പൂർത്തിയാകുമ്പോൾ ഈ യുഗം അവസാനിക്കും. ഉത്പ്രാപണത്തിന് ശേഷം ഈ റാപ്ചറിന് ശേഷം നമ്മളെല്ലാം ഇവിടുന്ന് പോയതിനു ശേഷമാണ് ദൈവം ഇസ്രായേലിനോട് ഇടപെടുന്നത്. അതായിരിക്കും 70-ാം ആഴ്ചവട്ടം, അവസാനത്തെ ആഴ്ചവട്ടം. എന്തോ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഈ വെളിപ്പാട് അതിനോട് ബന്ധപ്പെട്ടാണ്. യാക്കോബിന്റെ കഷ്ടകാലം, ജേക്കബ് ട്രബിൾ. ദൈവം ഇസ്രായേലിനെ ശുദ്ധീകരിക്കും. യോനാൻ സ്നാപകൻ വന്നപ്പോൾ അവൻ രാജ്യത്തിന്റെ വരവ് പ്രഖ്യാപിച്ചു. അപ്പൊ യോനാൻ സ്നാപകന്റെ നിങ്ങൾ വായിച്ച് ഓർമ്മ കാണുമല്ലോ, കോടാലി വൃക്ഷത്തിന്മേൽ എന്റെ ചുവട്ടിൽ വെച്ചിരിക്കുന്നു എന്ന് പ്രസ്താവിച്ചു. വീശുമുറത്താൽ പതിരിനെ കതിരിൽ നിന്നും വേർതിരിക്കുന്നതിനായി കർത്താവ് വരുന്നു എന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ ഒരു മഴത്തിലും കോടാലി വെച്ചില്ല. അന്ന് കോടാലി വെച്ച് കണ്ടായിരുന്നോ? ഇല്ല. വീശുമുറം ഉണ്ടായില്ല. രാജ്യം സ്ഥാപിച്ചതുമില്ല. അതുകൊണ്ടാണ് ആ രാജ്യം മാറ്റിവെച്ചു, യഹൂദന്മാരുടെ അവിശ്വാസം കൊണ്ട്. അതുകൊണ്ടാണ് യോനാന് പരിഭ്രാന്തനായിട്ട് വരുവാനുള്ളത് നീ തന്നെയാണോ, ഞങ്ങൾ വേറൊരുത്തനെ കാത്തിരിക്കണോ എന്ന് ചോദിച്ചത്. അപ്പൊ ഈ സഭ എന്ന് പറയുന്നത് ഒരു രഹസ്യമായിരുന്നു. എഫേസ്യർ 3:1 മുതൽ 13 വരെ വാക്യങ്ങളുണ്ട്. അപ്പൊ ഇനി അത് വായിച്ച് ദൈവം അനുവദിച്ച വരുന്ന ആഴ്ച അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. ഇവിടെ ഇനി 5 മിനിറ്റേ ഉള്ളത് കൊണ്ട് ഇപ്പൊ കവർ ചെയ്തതിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് ഈ സഭ എന്ന് പറയുന്നത് ഒരു മർമ്മമായിരുന്നു. പഴയ നിയമകാലത്ത് ആർക്ക് പറഞ്ഞുകൂടായിരുന്നു. വരുന്ന ആഴ്ച ദൈവം അനുവദിച്ചാൽ ആ സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കാം. അതുകൊണ്ടാണ് ഇവിടെ ഈ 12-ാം അധ്യായത്തിൽ സഭയെക്കുറിച്ചോ നമ്മളെക്കുറിച്ചോ അവിടെ ഒന്നും പറയുന്നില്ല. ഇസ്രായേലിനെ കുറിച്ച് മാത്രമാണ് അവിടെ ഇവിടെ വിവരിച്ചിരിക്കുന്നത് ഈ 12-ാം അധ്യായത്തിൽ. ഓക്കെ. അപ്പോൾ അടുത്ത ആഴ്ച ഇനിയും പിന്നെ 7-ാം വാക്യം മുതൽ പിന്നെ തുടങ്ങും. അതെ, അത് അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ ഇത് കൺക്ലൂഡ് ചെയ്യാം. ഇത് ശരിയായ. അപ്പൊ ഈ സഭയെ കുറിച്ചുള്ള ഇത് മർമ്മമായിരുന്നു എന്നുള്ളത്. എന്നാൽ ഇപ്പൊ ഇത് ഞാനത് പറയാൻ കാര്യം മുമ്പേ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയില് ഇങ്ങനെ സഭയെന്ന് പറഞ്ഞാൽ പ്രത്യേകം ഒന്നും ഇല്ല എന്നും പറഞ്ഞ് നമ്മുടെ ആൾക്കാർ തന്നെ ഒത്തിരി പ്രബലും ബന്ധുക്കോസിലും ഉള്ളവർ തന്നെയാണെങ്കിൽ തന്നെ പലരും പ്രമുഖർ തന്നെ ഇപ്പം പഠിപ്പിക്കുന്നുണ്ട്. അതെല്ലാം തെറ്റാന്നും പറഞ്ഞ് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, ഇസ്രായേലും എല്ലാം ഒരുപോലെ ഉള്ളൂ, ഇസ്രായേലിന് ഒരു സ്ഥാനവുമില്ല, ഇസ്രായേൽ മോശമാണ് എന്നുള്ള, ഇസ്രായേലിനെതിരായിട്ടാണ് ഈ അങ്ങനെയുള്ള ഈ വിശ്വാസികൾ തന്നെ മുസ്ലിങ്ങൾ പറയുന്നത് പോലെ തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാനതിന് ഇത് ഇച്ചിരി വിശദീകരിച്ച് പഠിപ്പിക്കാൻ പോകുന്നത്. സോഷ്യൽ മീഡിയയുടെ അറ്റാക്ക് ഉള്ളത് കൊണ്ട് നമ്മുടെ സഭകളിലും അങ്ങനെ പഠിപ്പിക്കുന്നവരുള്ളത് കൊണ്ടുമാണ് ഇത് ശരിയായിട്ട് പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്.
ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടോ അതോ കൺക്ലൂഡ് ചെയ്യാനോ? ഇനിയിപ്പോൾ സമയം കഴിയാറായല്ലോ. അതെ, ഓക്കെ. എന്നാ പിന്നെ താങ്ക് യു. വരുന്ന ദൈവം കാണാം. ഓക്കെ നമ്മളെ സഹായിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വെൽക്കം. ബൈ.